അവള് മാത്രമല്ല നീയും ഉണ്ടായിരുന്നു. നീ കിടന്നുറങ്ങ്, ബാക്കിയുള്ള ഞാൻ കാട്ട്. പിന്നെ അശ്വതി എന്നെ വിളിച്ചോ? ഇല്ല. ഒരു വിളി ഞാൻ കേട്ടല്ലോ. തോന്നിയതായിരിക്കും. ശരിയാ, ഏത് നിമിഷവും അശ്വതിയുടെ വിചാരോട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് തോന്നിയതാവും. ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബുദ്ധന്റെ റിസർച്ച് നടക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പുകുട്ടേട്ടാ. എന്താ അശ്വതി? ഞാൻ അപ്പുകുട്ടേട്ടാന്ന് വിളിച്ചപ്പോ അശോകേട്ടൻ എന്തിനാ വിളി കേട്ടത്? എന്റെ ഓമന പേരാണെന്ന് വിചാരിച്ചു. അശ്വതി എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. എന്നാ ഇനി മുതൽ ഞാൻ അപ്പുകുട്ടേട്ടാന്നേ വിളിക്കുള്ളൂ. അല്ല, സ്വീറ്റ് അപ്പുന്നായാലോ? അശ്വതി ഇഷ്ടം. പോടാ, ഇത് അവന്റെ ഫോട്ടോ അല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ശരിയാണല്ലോ, ഇതെങ്ങനെ എന്റെ മേശപ്പുറത്ത് വന്നു? അശ്വതിയെ വശീകരിക്കാൻ വേണ്ടി അവൻ ഇവിടെ കൊണ്ടിട്ടതാണ്. രണ്ടും കൽപ്പിച്ച് നടക്കുന്നവൻ അവൻ. അശ്വതി കരുതിയിരുന്നോണം. എന്തിനാ? എന്തിനെന്ന്? കുട്ടിമാമ അശ്വതി എന്നെ ഏൽപ്പിച്ചിട്ടാ പോക്കറയ്ക്ക് പോയിരിക്കുന്നു. തിരിച്ചു വരുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചാല് സമാധാനം പറയേണ്ടവൻ ഞാനാ. ഡാഡി തിരിച്ചു വരാൻ കാത്തിരിക്കാ ഞാനും. എന്നിട്ട് വേണം എനിക്ക് എല്ലാം പറയാൻ. എന്തോന്ന് പറയാൻ? അവനെ പറ്റി ഇനി മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. അശ്വതി, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നാളെ മുതൽ ഞാൻ നിഴല് പോലെ അശ്വതിയുടെ പുറകെ ഉണ്ടാവും. ബാക്കി ഇരുന്നോണ്ട്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.